ഇവിടെ ഈ പുഴയും കടന്നെന്ന സീരിയലിലെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. അങ്ങനെ അരവിന്ദൻ്റെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ, അതിൻ്റെ യഥാർത്ഥ ഉടമയെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് നിവിനും കാവേരിയും. അതിൻ്റെ ആദ്യ പടിയെന്നോളം നിവിൻ്റെ അമ്മയോടാണ് അന്വേഷണം ആരംഭിക്കുന്നത്. അപ്പോൾ അമ്മയോട് ചോദിക്കും, അമ്മ ആ കുറിഞ്ഞിക്കാടിനെ കുറിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ പറയുന്നത്, ആ കുറിഞ്ഞിക്കാട് പണ്ട് രാജഭരണകാലത്ത് ആർക്കോ ഏതോ ഒരു വ്യക്തിക്ക് പതിച്ചു കൊടുത്ത സ്ഥലമായിരുന്നു. പിന്നീട് അത് മറ്റാൾക്കാരിലേക്കൊക്കെ കൈമറിഞ്ഞു വന്നു. ഇപ്പോൾ കുറേ സ്ഥലങ്ങളൊക്കെ ബിനാമികളുടെ പേരിലും കുറേ സ്ഥലമൊക്കെ നമുക്കറിയാത്ത കുറേ വ്യക്തികളുടെ പേരിലൊക്കെയാണ്. ഇതിൻ്റെ യഥാർത്ഥ ഉടമകളെയൊക്കെ ബ്രോക്കർമാർക്ക് മാത്രമേ പരിചയമുണ്ടാവുകയുള്ളൂ. അല്ല, എന്താ നീ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കാരണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിവിൻ പറയും, അത് വേറൊന്നുമല്ല, ജയപാലങ്ങൾ ഒരു സ്ഥലം വാങ്ങിയിരുന്നു. ആ സ്ഥലം എന്നെ കൊണ്ടുപോയി കാണിച്ചു തന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആ ലാൻഡ്സ്കേപ്പ് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ റിസോർട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നന്നാവുമെന്ന് തോന്നി. ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ നാട്ടിൽ നിൽക്കുകയാണല്ലോ, അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ എനിക്ക് തോന്നി എന്ന് പറയും. അപ്പോൾ നിവിൻ്റെ അമ്മ ചോദിക്കുന്നത്, എന്നാൽ പിന്നെ നിനക്ക് ജയപാലൻ അങ്കിളെ കൊണ്ട് തന്നെ സ്ഥലം വാങ്ങിപ്പിച്ചാൽ പോരെ, എന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടുന്നത്? അല്ല, അത് വേണ്ട അമ്മേ, അങ്കിളിന് തോന്നണം, അങ്കിളിൻ്റെ മരുമകൻ മിടുക്കനാണെന്ന് അങ്കിളിന് തോന്നണം, അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയും. ആ ഓക്കെ. അപ്പോൾ ദിവിൻ്റെ അമ്മ പറയും, ആ ശരിയാണ്, രാഗിണിയും വരുന്നുണ്ടല്ലോ, രാഗിണി നിന്നെയും കൂട്ടി ബിസിനസ് ചെയ്യണമെന്നാണ് ജയപാലേട്ടൻ്റെ ആഗ്രഹം. അത് അങ്കിൾ എന്നോട് പറഞ്ഞു, പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് ബിസിനസ് ചെയ്യാനാണ് താല്പര്യം. അതും നല്ലതാണ് എന്ന് പറയും നിവിൻ്റെ അമ്മ. അപ്പോൾ ഇതേ സമയം നിവിൻ്റെ ഫോണിലോട്ടൊരു കോൾ വരും. മറുതലയ്ക്കൽ കാവേരിയാണ്. അപ്പോൾ കാവേരി പറയുന്നത്, ഞാൻ നമ്മുടെ അച്ഛൻ വാങ്ങിയ സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഓണർ ആരാണെന്ന് കണ്ടുപിടിച്ചു. അയാളുടെ വീട് ടൗണിലാണ്. അപ്പോൾ നമുക്ക് 2 പേർക്കും കൂടി ടൗൺ വരെ ഒന്ന് പോകണം എന്ന് പറയും. അപ്പോൾ നിവിൻ ശരി നമുക്ക് പോകാം എന്ന് പറയും. അത് നിവിന് ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷമാണ്, കാരണം 2 പേർ കൂടി ഒരുമിച്ചൊരു യാത്രയായല്ലോ. അപ്പം നിവിൻ അവിടെ നിന്ന് സന്തോഷത്തിൽ നിന്ന് ഇങ്ങനെ വട്ടം കറങ്ങുകയാണ്. അപ്പോൾ ഇത് കാണുന്ന നിവിൻ്റെ അമ്മ തെറ്റിദ്ധരിക്കുന്നത് എന്താണ്, രാഗിണി നിവിൻ്റെ മനസ്സിൽ കയറിക്കൂടി എന്നാണ്. അത്രയാണ് ആ സീൻ. അത് കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ അരവിന്ദൻ വാങ്ങിയ സ്ഥലത്തിൻ്റെ പഴയ ഓണറെയാണ്. അദ്ദേഹത്തിനൊരു കോൾ വരുന്നുണ്ട്. ആ കോളിൻ്റെ മറുതലയ്ക്ക് ആരോ ചോദിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്ന അരവിന്ദൻ്റെ സ്ഥലത്തെക്കുറിച്ചിട്ടാണ്. ആ കുറിഞ്ഞിക്കാടുള്ള 5 ഏക്കറിൻ്റെ ആദിവാസി ക്ഷേത്രത്തിനടുത്തുള്ള 5 ഏക്കർ വിറ്റുപോയോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഓണർ പറയുന്നുണ്ട്, അത് വിറ്റുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്കവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതൊക്കെ മാനേജ് ചെയ്യുന്നത് എൻ്റെ മകൾ ഗായത്രിയുടെ ഭർത്താവായ ശിവരാജനാണ്, അവനാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയുക. ആ സ്ഥലം വിറ്റുപോയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്ന് പറയും. അങ്ങനെ അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് താഴെ ഈ പറഞ്ഞ മരുമകനായ ശിവരാജൻ താഴെ നിന്ന് മദ്യപിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇയാൾ മദ്യപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോളിംഗ് ബെല്ല് റിങ്ങും. അപ്പോൾ ശിവരാജൻ പോയി വാതിൽ തുറക്കും. അപ്പോൾ വാതിൽ തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജയപാലൻ്റെ പണിക്കാരനായ ശിവരാമനാണ്. അപ്പോൾ അയാൾ പറയും, എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ജയപാലൻ സാറാണ്, വേറെ ഒന്നുമല്ല, നമ്മൾ പറ്റിച്ച അരവിന്ദൻ്റെ മകളായ കാവേരി തോട്ടത്തിലോട്ട് വന്നിരുന്നു. അവർ ഈ സ്ഥലത്തെക്കുറിച്ച് അന്വേഷിക്കാനും ഇതിൻ്റെ യഥാർത്ഥ ഉടമയെ അന്വേഷിച്ചൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി ജയപാലൻ സാറാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ യഥാർത്ഥ ഉടമയായിരുന്ന ആൾ മുകളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ താഴെയാണ് ഈ മരുമകനും ജോലിക്കാരനായ ശിവരാമനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാൾ പറയും, സാറിന് അരവിന്ദൻ്റെ, അപ്പോൾ ഈ ശിവരാജൻ ചോദിക്കും, നിങ്ങളല്ലേ ഈ അരവിന്ദന് ഒരു ഭാര്യയും അത്ര ലോകവിവരമൊന്നുമില്ലാത്ത 4 മക്കളുമാണ് ഉള്ളതെന്ന്, അതുകൊണ്ടല്ലേ നമ്മളിതൊക്കെ ഞാൻ കൂടുതൽ അന്വേഷിക്കാതെ രജിസ്റ്റർ ചെയ്തെന്നത് എന്ന് ചോദിക്കും ആ പണിക്കാരനോട്. ആ പണിക്കാരൻ പറയും, ഇങ്ങനെ പറയുമെന്ന് ജയപാലൻ സാർ എന്നോട് പറഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെ ജയപാലൻ സാർ വേറൊരു വാക്കും കൂടി പറഞ്ഞിരുന്നു, ഈ ഒരു കാര്യത്തിൽ സാറിന് എത്രത്തോളം ലാഭം കിട്ടിയെന്നും കൂടി സാർ ഓർക്കണം എന്നും കൂടി പറഞ്ഞിട്ടാണ് ജയപാലൻ സാർ എന്നെ ഇങ്ങോട്ട് വിട്ടത്. പിന്നെ ജയപാലൻ സാർ ഇങ്ങോട്ട് വരാത്തത് എന്താണെന്ന് വെച്ചാൽ, ആ പെൺകുട്ടിയുടെ പേര് കാവേരി എന്നാണ്. ആ കാവേരി ചിലപ്പോൾ അന്വേഷിച്ച് ഇങ്ങോട്ടെങ്ങാനും എത്തിയാൽ ഇവിടെ നിന്ന് ജയപാലൻ സാറിനെ കണ്ടു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുള്ളൂ, അതുകൊണ്ടാണ് അദ്ദേഹം വരാത്തത്. പിന്നെ ഈ അരവിന്ദൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ശരിക്കും ഇതിനു വേണ്ടി പൈസ ചിലവാക്കിയിട്ടുള്ളത്. അദ്ദേഹം അന്യനാട്ടിൽ കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസയാണ്. അപ്പോൾ ആ പൈസ അദ്ദേഹമാണ് മുഴുവൻ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജയപാലൻ സാർ ഇതിനിടയ്ക്കുള്ള ഒരു ബിനാമി, ഒരു ഇടനിലക്കാരൻ മാത്രമായിരുന്നു. പക്ഷേ
സാറ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഈ സ്ഥലം ജയബാലന് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. അതറിഞ്ഞ മനോവിഷമത്തിൽ അരവിന്ദൻ സാറ് നെഞ്ചു പൊട്ടി മരിക്കുകയാണ് ഉണ്ടായത് എന്ന് പറയും. അപ്പോഴാണ് ഈ ശിവരാജൻ അരവിന്ദൻ മരിച്ചത് അറിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം മരിച്ചോ എന്ന് ചോദിക്കും. അദ്ദേഹം മരിച്ചു, സാറതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലേ, അല്ലെങ്കിൽ സാറിന് അതറിയേണ്ട ആവശ്യമില്ലല്ലോ, സാറിന് പൈസ വാങ്ങി പെട്ടിയിലിട്ട് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞല്ലോ എന്ന് പറയാണ് ഈ ജോലിക്കാരനായ ശിവരാമൻ. അപ്പോൾ ഈ ശിവരാജൻ ചോദിക്കും, നീ ഒരു കാര്യം ചെയ്യ്, ഈ കാവേരിയുടെ പേരും ഡീറ്റെയിൽസും ഒരു ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ നീ ഒന്ന് എനിക്ക് വാട്സപ്പ് അയച്ചതായോ, വേറെ ഒന്നും കൊണ്ടല്ല, ഇവൾ ഇപ്പം തന്നെ നമ്മളെ അന്വേഷിച്ച് വന്നു, ഇപ്പം നമുക്ക് അവളെ പറ്റിക്കാൻ പറ്റിച്ചെന്ന് വരാം, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അവൾ നമുക്കൊരു പാരയാകും, അതുകൊണ്ട് അവളെ അങ്ങ് തീർക്കുന്നതാണ് നല്ലത്. അപ്പോൾ ശിവരാമനൊന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ ശിവരാജൻ പറയും, അല്ല ഇനി അവൾക്ക് വല്ല ആക്സിഡൻറ്റോ പറ്റി മരിച്ചു കഴിഞ്ഞാൽ നീ എന്നെ ഒന്നും കുറ്റം പറയരുത് കേട്ടോ എന്ന് പറഞ്ഞ് ശിവരാമനെ യാത്രയാക്കുന്ന ശിവരാജിനെയും ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ശിവരാജിൻ്റെ ഭാര്യയുടെ പിതാവിനെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിനീത് കടയിലോട്ട് തിരിച്ചു വരുമ്പോഴാണ് ഗംഗ കരയുന്നത് കാണുന്നത്. അപ്പോൾ എന്താണ് പറ്റിയത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സലീമിക്ക പറയും, നിൻ്റെ അമ്മ വന്നിരുന്നു, എന്നിട്ട് വിനീതിനെ ഗംഗയെ കുറേ വഴക്ക് പറഞ്ഞു, അത് താലി പൊട്ടിക്കാൻ ശ്രമിച്ചു, അതൊക്കെയാണ് ഉണ്ടായത്, ഗംഗ അതിൽ ഭയങ്കര വിഷമത്തിലാണെന്ന് പറയും. അപ്പോൾ വിനീത് പറയും, അതൊക്കെ പോട്ടെ, ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് താഴത്തേക്ക് ഇറക്കി കൊണ്ടുപോകണം. അപ്പോഴാണ് ഒരു കാറ്, അതായത് ഗംഗയ്ക്ക് വേണ്ടി വിനീത് ഒരു കാറ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗംഗയോട് ചോദിക്കും, ഗംഗയെ നിനക്ക് കാർ ഇഷ്ടമായോ എന്ന് ചോദിക്കും. അപ്പോൾ ഗംഗ ചിരിക്കും. അപ്പോൾ വിനീത് പറയും, കാർ ഇത്തിരി വില കൂടുതലാണ്, പക്ഷേ എൻ്റെ ഗംഗയുടെ ഇഷ്ടമാണ് പ്രധാനം, അവൾക്കിത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഈ കാറ് വാങ്ങിക്കുകയാണെന്ന് പറയും. അതിനു മുൻപ് നമുക്കിവിടെ ഈ കാറിൽ റൈഡ് പോകാമെന്ന് പറഞ്ഞ് ഗംഗയും കൂട്ടിക്കൊണ്ട് വിനീത് ആ കാറിൽ കയറി ഒരു യാത്ര പോകാൻ ശ്രമിക്കുന്നതാണ് കാണിക്കുന്നത്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഏറ്റവും നേരത്തെ ഈ പുഴയും കടന്ന സീരിയലിൻ്റെ വിശേഷങ്ങൾ അറിയുന്നതിനും നിങ്ങൾ ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക.